ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. فنشهد أن لا إله إلا الله وحده لا شريك له، فنشهد أن محمدا عبده ورسوله صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. صدق الله العلي العظيم. كل امرئ مصبح في أهله والموت أدنى من شراك نعله. സർവാദരണീയായ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഇംസോഫയിൻ്റെ ധന്യമുഹൂർത്തമായ ഈ വേദിയിൽ മരണത്തെ ആസ്പദമാക്കി അല്പം സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കറിയാം, മരണം എന്നുള്ളത് എല്ലാ മനുഷ്യരിലേക്കും എത്തിച്ചേരാനുള്ളൊരു ജീവിത യാഥാർത്ഥ്യമാണ്. ഒരുപാട് മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ളൊരു ജീവിത യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. ആ ജീവിത യാഥാർത്ഥ്യം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിൽ നമ്മൾക്ക് കാലാവധിയില്ല. ആ ജീവിത യാഥാർത്ഥ്യത്തോട്ട് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കുകയില്ല. എന്തായാലും മരണത്തിന് ഒരു ദിവസം നാം കീഴടങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ ഇടയ്ക്കിടെ മരണത്തെ തൊട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചി അറിയുന്നതാണ്. എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചി രസിക്കുന്നതാണ്. മരണമെന്ന അന്ത്യശ്വാസത്തെ തൊട്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. മരണത്തിൻ്റെ മേൽ ഒരു ദിവസം നാം എന്തായാലും കീഴടങ്ങേണ്ടി വരും. എല്ലാ മനുഷ്യരും അനിഷേധ്യമായി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മരണമെന്നുള്ളത്. മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഈ താൽക്കാലിക ജീവിതത്തിൽ, ദുനിയാവിൽ നാം ജീവിക്കുന്ന കാലത്തോളം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് നാം അടുക്കാൻ ശ്രമിക്കണം. ദുനിയാവിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നാളെ ആഖിറത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവെന്നുള്ളത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഈ ദുനിയാവിൽ നാം എത്ര കണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അത്രയും സുഖം നമുക്ക് നാളെ ആഖിറത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ദുനിയാവിൻ്റെ സുഖസല്ലാഭങ്ങളിൽപ്പെട്ട് മരണത്തെ നാം മറന്നു പോവാൻ പാടില്ല. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖങ്ങളെയും, എല്ലാ വികാര വിചാരങ്ങളെയും, എല്ലാ സന്തോഷങ്ങളെയും മുറിച്ചു കളയുന്ന മരണമെന്ന സത്യത്തെ നാം നിരന്തരം ഓർത്തുകൊണ്ടിരിക്കണം. മരണം നമ്മിലേക്ക് വരാനുള്ള ഒരു സത്യമായ ഒരു കാര്യമാണ്. അതിൽ നിന്ന് നമുക്കൊരു കാരണവശാലും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. പുതിയ കാലത്ത് ആധുനിക ചിന്തകളും തത്വങ്ങളും ഇസ്ലാമിന്റെ മതനിയമങ്ങളെ പിച്ചു ചീന്തുമ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ദുനിയാവിലുള്ള ജീവിതം അത് നൈമിഷികമാണ്. ഏത് നിമിഷവും അല്ലാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകി നാം ഇവിടുന്ന് പോകേണ്ടി വരും.
ഒരാൾക്ക് പോലും ഈ ദുനിയാവിൽ ശാശ്വതമായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്യാരണ്ടി നൽകുന്നില്ല. അല്ലാഹുവിന്റെ ഖളാ എത്തിയാൽ ഈ ദുനിയാവിൽ നിന്ന് നാം എന്തായാലും പോകേണ്ടി വരും. നാം ഇന്ന് ദിനം പ്രതി എത്രയെത്ര ദാരുണമായ മരണങ്ങളാണ് നാം കേൾക്കുന്നത്. മരണത്തിന്റെ മുമ്പിൽ വയസ്സ് ഒരു തടസ്സമല്ല. മരണത്തിന്റെ മുമ്പിൽ 5 വയസ്സുകാരനും 10 വയസ്സുകാരനും 50 വയസ്സുകാരനും 90 വയസ്സുകാരനും സമമാണ്. എല്ലാവരും മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടത് ഒരേപോലെയാണ്. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ സ്വഹീഹിൻ وكم من مريض عاش دهرا إلى دهري. എത്രയെത്ര ആരോഗ്യവാന്മാരായ യുവാക്കളാണ് പെടുന്നതിന് മരണപ്പെട്ടു പോകുന്നത്. ചില മരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാകും. ഇന്നലെയല്ലേ ഞാൻ അവനോടൊപ്പം സംസാരിച്ചത്, ഇന്നലെയല്ലേ അവനോടൊപ്പം ഞാൻ യാത്ര ചെയ്തത്, പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ഖളാ വന്നാൽ ഈ ദുനിയാവിൽ നിന്ന് നാം എന്തായാലും പോകേണ്ടി വരും. വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. ഡോക്ടർമാർ പോലും വിധി എഴുതി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞെടുത്ത് പോലും അള്ളാഹുവിന്റെ ഖളാ അനുസരിച്ച് പൂർണ്ണാരോഗ്യവാനായ ജീവിതത്തിലേക്ക് വരുന്നു. وكم من فتى يمسي ويصبح آملا وقد نسجت أكفاله فهو. എത്ര യുവാക്കളാണ് അവരുടെ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഇങ്ങനെ وقد نسجت أكفاله. അവനെ മറവ് ചെയ്യാനുള്ള, അവനെ മൂടാനുള്ള 3 കഷ്ണം തുണി തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ എന്നേ തയ്യാറായിരിക്കുകയാണ്. ഷെൽഫിൽ ഇങ്ങനെ വടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളത് ഇവൻ അറിയുന്നില്ല. മരണത്തെ ഇവൻ ഓർക്കുന്നേയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നാം എത്ര വലിയ സംവിധാനത്തിന്റെ ഉള്ളിലായാലും, ഏത് ആധുനിക സംവിധാനത്തിന്റെ ഉള്ളിൽ നാം ഒളിച്ചിരുന്നാലും, റൂമിന്റെ അകത്തളങ്ങളിൽ നാം കയറിയിരുന്നാലും മരണം നമ്മളെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعلمون. നിങ്ങൾ ഒളിക്കാൻ ശ്രമിക്കുന്ന മരണമില്ലേ, നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന മരണം, അത് തീർച്ചയായും നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. അതിൽ നിന്നൊരു കാരണവശാലും നിങ്ങൾക്ക് തന്നെ മാറാൻ സാധിക്കുന്നതല്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ചുരുങ്ങിയ ദുനിയാവിലെ ജീവിതത്തിൽ അവനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്നുള്ളത് മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. വളരെ പ്രയാസമുള്ള കാര്യമാണത്. നാം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, നന്മ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിച്ചത് മൊത്തം വെറുതെയായി. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന് ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് നന്നായി മരിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിൽ ഇടയ്ക്കിടെ പോയി നിന്ന് കരയുമായിരുന്നു. ഇത് കണ്ട നാട്ടുകാർ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അബൂദർദാ മാ യബ്കീക്, ഓ അബൂദർദാ തങ്ങളെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കരയുന്നത്? അപ്പോൾ ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഖബറിൽ കിടക്കുന്നവർ ഇന്നലെ വരെ നമ്മോടൊപ്പം ഉണ്ടായവരാണ്. ഇനി അവർക്ക് ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുകയില്ലല്ലോ, അവരുടെ അമലുകളെല്ലാം മുറിഞ്ഞു പോയല്ലോ. പക്ഷേ എനിക്കിപ്പോഴും അമൽ ചെയ്യാനുള്ള അവസരമുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് നാം കരയുന്നത്. നാം ഏത് സമയത്തും മരണത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. അതാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ പാടിയ ബൈത്തതാണ്, കുല്ലും രിഇം മുസബ്ബഹുൻ ഫീ അഹ്ലിഹി
വൽമൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. നമ്മുടെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് അടുത്ത ദിവസം ഇങ്ങനെ വരികയാണ്. ഓരോ ദിവസം എത്രയെത്ര തെറ്റുകളാണ് നാം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകളെല്ലാം പുറത്ത് മാഫാക്കി തരട്ടെ. വൽമൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. നീ നിന്റെ കാലിൽ ധരിച്ചിട്ടുള്ള ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ പട്ടവാള നിന്നോട് എത്ര കണ്ടെടുത്തിരിക്കുന്നു, അതിനേക്കാൾ നിന്നോടടുത്താണ് നിന്റെ മരണം. മരണമേത് സമയത്തും നിന്നെ പിടികൂടുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.